ഹായ് ഓൾ, എല്ലാവർക്കും ഈ ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC RRB പോലെയുള്ള എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: 2 numbers are in the ratio 1:2. If 7 is added to both, the ratio changes to 3:5. The greatest number is. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാധാരണ എക്സാമിലേക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എളുപ്പം ചെയ്യാമെന്നുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും എളുപ്പം നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കി, രണ്ട് നമ്പറിൻ്റെ റേഷ്യോ എന്താണ്? 1:2. അതിൻ്റെ കൂടെ എന്താ നമ്മൾ ആഡ് ചെയ്യുന്നത്? 7 ആഡ്. രണ്ട് നമ്പറിൻ്റെയും കൂടെ 7 ആഡ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ റേഷ്യോ എന്തായി? 3:5 എന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ റേഷ്യോ എന്താണ്? 1:2, അതങ്ങ് എഴുതുക. ഇനി രണ്ടാമത്തെ റേഷ്യോ എന്താണ്? 3:5, അതെൻ്റെ താഴെ എഴുതുക. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ആദ്യത്തെ റേഷ്യോയിൽ നിന്നും രണ്ടാമത്തെ റേഷ്യോയിലേക്ക് വന്നത് എങ്ങനെയാണ്? 7 ആഡ് ചെയ്തപ്പോഴല്ലേ? ആ 7 നമ്മൾ ഇതിൻ്റെ താഴെ ഇങ്ങനെ എഴുതുക. 7 രണ്ട് തവണ ഇങ്ങനെ എഴുതുക. 7. അപ്പോൾ നോക്കുക, ആദ്യം ഒരു റേഷ്യോ തന്നിട്ടുണ്ട്, അതുകൂടാതെ വേറെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റേഷ്യോയിൽ നിന്നും സെക്കൻഡ് റേഷ്യോയിലേക്ക് വന്ന് എന്താ 7 ആഡ് ചെയ്തപ്പോഴാണ് ആ 7 ഇങ്ങനെ വരയിട്ടിട്ട് 7 എഴുതുക. ഇനി ഷോർട്ട് കട്ടാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. 1 × 5 എത്ര കിട്ടും? 5. മൈനസ് എടുക്കുക. 3 × 2 എന്താ? 6. അപ്പോൾ 5 - 6 എന്താ? -1 അല്ലേ? നമുക്ക് വേണ്ടത് ഡിഫറൻസ് മാത്രം മതി, നെഗറ്റീവ് സൈൻ നോക്കണ്ട. 5 നിന്ന് 6 കുറച്ചാൽ -1 ആണ്. നമ്മൾ 1 എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് നിന്ന് എടുക്കുക, ഒരു യൂണിറ്റ് നിന്ന് എടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 3 എന്താ? 21 മൈനസ് 7 × 5 എന്താ? 35. അപ്പോൾ 21 - 35. 21 നിന്ന് 35 കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് നെഗറ്റീവാണ് കിട്ടുന്നത്. നെഗറ്റീവ് എത്രയോ? 14 തന്നെ. നമ്മൾ 14 മാത്രം എടുക്കുക. നമുക്ക് നെഗറ്റീവ് സൈൻ നോക്കേണ്ട ആവശ്യമില്ല, ഡിഫറൻസ് കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ? ഒരു യൂണിറ്റ് എന്നുള്ളത് എത്രയാണെന്ന് കിട്ടും? 14 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നോക്കുക, ഒരു യൂണിറ്റ് എത്രയാണെന്ന് കിട്ടി? 14 എന്ന് കിട്ടി. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നോക്കുക. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് എന്ന ചോദ്യം. ഞാൻ ആദ്യം ഉണ്ടായത് നമ്പറുകളിൽ വലിയ നമ്പർ ഏത്? അപ്പോൾ അത് കാണാൻ വേണ്ടി നോക്കുക. ആദ്യത്തെ റേഷ്യോ ഏതാ? 1:2 അല്ലേ? അതിൽ വലിയ റേഷ്യോ ഏതാ? 2 അല്ലേ? ആ 2 × ഈ 14 എടുത്താൽ മതി, നമ്മുടെ ആൻസർ ആവും. അപ്പം 2 × 14 എത്ര കിട്ടും? 2 × 14 28. അപ്പോൾ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 28 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: 2 numbers are in the ratio 3:5. If 9 is subtracted from each, the new numbers are in the ratio 12:23. The smaller number is. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 7 ആഡ് ചെയ്യുമായിരുന്നു. രണ്ട് നമ്പറിൻ്റെ കൂടെ 7 ആഡ് ചെയ്തു. ഇവിടെ എന്താ ചെയ്തത്? 9 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഷോർട്ട് കട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ്. ആദ്യത്തെ റേഷ്യോ എന്താണ്? 3:5. അതിൽ നിന്നും 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റേഷ്യോ എന്തായി മാറി? 12:23. ആ റേഷ്യോ നമ്മൾ ഇങ്ങനെ എഴുതുക, 12:23. അതിനുശേഷം ഈ റേഷ്യോ ചേഞ്ച് ചെയ്ത് എപ്പോഴാണ്? 9 സബ്ട്രാക്ട് ചെയ്തപ്പോഴല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 7 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ +7 ഇട്ടു. 9 സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ -9 എന്നും, ഇവിടെ നമ്മൾ -9 എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതോളൂ, ഏതാണോ ചെയ്യുന്ന ചേഞ്ച് എന്താണോ ആ ചേഞ്ച് നമ്മളവിടെ വരുത്താൻ ശ്രമിക്കുക. ഇവിടെ വരുന്നത് -9 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ക്രോസ് ചെയ്യുക. 23 × 3 69 മൈനസ് 12 × 5 60. അപ്പോൾ 69 - 60 എത്രയാണ്? 9 യൂണിറ്റ് എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിങ്ങനെ ക്രോസ് ചെയ്യുക. 12 × -9. 12 × -9 എന്താ? -108. -108. ഇനി മൈനസ് ഇട്ടതിന് ശേഷം -9 × 23. -9 × 23 എത്രയാണെന്ന് കിട്ടും? -207 എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? -108 മൈനസും മൈനസും പ്ലസ് ആകുമ്പം +207. എത്ര കിട്ടിയ ആൻസർ? 207 നിന്നും 108 കുറച്ചാൽ കിട്ടുന്ന ആൻസർ 99 എന്നാണ്. എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ് ആണ് എത്ര? ഈ 99. അപ്പം 9 യൂണിറ്റ് 99 ആണെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് എങ്ങനെ എടുക്കാം? 99/9 എത്രയാണെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണെന്ന് കിട്ടി? 11 എന്ന് കിട്ടി. അതിനുശേഷം നമ്മുടെ ചോദ്യം എന്താ? സ്മോളർ നമ്പർ എന്നല്ലേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ, ആദ്യത്തെ റേഷ്യോ 3:5 അല്ലായിരുന്നോ? ആ 3:5 ചെറിയ നമ്പർ ഏതാ? 3 അല്ലേ? അപ്പോൾ 3 കൊണ്ട് 11 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ 3 × 11 എത്രയാണെന്ന് കിട്ടും? 33. അപ്പോൾ നമ്മുടെ സ്മോളർ നമ്പർ ഏതാണ്? 33. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ ഷോർട്ട് കട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.